7 വർഷങ്ങളായി 6 വോളിയങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് കുഞ്ഞു പെങ്ങളുടെ കല്യാണം. താൽബോയ്സിന്റെ ബാനറിൽ തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ഒരു സീരീസ് പോലെ വർഷം തോറും പെരുന്നാളിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആങ്ങളമാരാണ് ഈ കാരണവരുടെ സ്ഥാനത്ത് തുടങ്ങിയാൽ താജുക്ക, അതുപോലെ അബ്ദുച്ച, നിസാം, പിന്നെ മറ്റൊരു ബ്രദറായിട്ട് തൻസീർ. അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലത്തെ എല്ലാ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൻ്റെ ഓരോ വോളിയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷത്തെ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൽ നമ്മൾ സ്വന്തം സലീം കോടത്തൂർ പിന്നെ ഞാൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും 2020 സിനിമയിലൊക്കെ ഉള്ള സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തൻസീർ തന്നെയാണ്. ഈ കഥ സംവിധായകന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഷാനിഫയിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ചില സമയത്ത് ഷാനിഫ് ഇങ്ങനത്തെ ആണെന്ന് ഞാൻ കാണുന്നത്. കാരണം ഇത് ഇടയ്ക്ക് അതായത് സീൻ ബൈ സീൻ അങ്ങനെ ഓർഡറിലെല്ലാം എടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞതിനോട് ജോയിൻ്റ് ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന അടുത്ത ഓഡിയത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കുള്ള സീക്വൻസ് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിനിടയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നേരത്തെ നിൽപ്പിച്ച് വേറൊരു കോലത്തിൽ അതൊരു സർപ്രൈസ് ആണ്, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, വേറൊരു രൂപത്തിലേക്ക് വേറൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പ്രിയാപ്പിളാന്നൊക്കെ പറഞ്ഞ് കൂട്ട് കയ്യൊക്കെ കിട്ടാൻ എങ്ങനെയെങ്കിലും നിർത്തിയിട്ടുണ്ട്. ഒരു മണവാട്ടിയപ്പുറത്തുണ്ട്. അതുപോലെ നായകന്മാരെ പോലെ തന്നെ ഇത്രയും പേർക്കുള്ള നായകന്മാരും എല്ലാം ചേർന്ന് എന്നാൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ചുറ്റുപാടുകളൊക്കെ നടക്കുന്ന കഥകളോട് ഒരുപാട് സാമ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കഥകളെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിൻ്റെ 7ാം ദിനത്തിൽ. ബാക്കി ഇത്രയും 6 പിന്നെ എപ്പിസോഡ്സിൽ അഭിനയിച്ച താജുക്ക ആധികാരികമായിട്ട് നിങ്ങളോട് പറയും. അസ്സലാമു അലൈക്കും, നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിലേക്ക് ആൽബം മീഡിയയുടെ 18 വർഷത്തെ അനുഭവം വെച്ച് വരുന്നത് എൻ്റെ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നേരെ നേരെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാഫി സഹോദരൻ ഇന്ന് മലയാള സിനിമയിൽ വലിയൊരു നായകൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമയാണ് ആൽബം. ഞങ്ങൾ വന്ന മാർഗം അതാണ്. ആൽബം മീഡിയയിൽ താൽബോയ്സിൻ്റെ കൂടെ ഞങ്ങളുടെ വലിയേട്ടനായിട്ട് എന്നെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നു. എൻ്റെ അനുജന്മാരായിട്ട് അത്തൂബായി, നിസാംബായി, തൻസീർ ഭായി, പിന്നെ കുഞ്ഞു പെങ്ങളായിട്ട് ഞങ്ങളുടെ വിസ്മയം. അവരുടെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറയാൻ വളരെ അധികം ബഹുമാനം തോന്നും. മാതൃകാപരമാണ്. കാരണം ചില ആൾക്കാർ, ചില താരങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രൈറ്റ്നസ് കിട്ടിയാൽ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പക്ഷേ ആൽബം വീഡിയോയിൽ വിളിപ്പുറത്ത് തന്നെ തൻസീറിൻ്റെ കൂടി ഞങ്ങളുടെ വന്ന മലയാള സിനിമയുടെ താരം കൂടെയായ എൻ്റെ ഈ ഞങ്ങളുടെ വർക്കിൽ 7 കൊല്ലം എന്ന് പറഞ്ഞ് ചേർന്നില്ല. ഒരു കലാജീവിതത്തിൽ 7 വർഷം. പിന്നെ എനിക്ക് കലാഫീൽഡിൽ പണ്ടേ ഉള്ളൊരു ബ്രദറാണിത്. പക്ഷേ ഞാൻ ചേർത്ത് വെച്ച എന്നെ ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ എന്നും എവിടെയും പറയും അഭിമാനമാണ് തൻസീർ എന്ന് പറയുന്ന താൽബോയ്സിൻ്റെ വർക്കിൽ അഭിനയിക്കുക, പാടുക എന്നൊക്കെ പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ആയുസ്സുള്ള കാലം എത്ര വലിയ ഉന്നതികൾ നിങ്ങൾ ആരും എത്തിയാണ് താൽബോയ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഗോളിൽ എത്ര കാലം നിലനിൽക്കും ഞങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളങ്ങനെ കിട്ടണം. സന്തോഷവും പെരുന്നാളും നമുക്ക് അത്യുച്ചമുണ്ടെന്നില്ല. കുഞ്ഞുങ്ങളുടെ കല്യാണം 7ാം വോളിയത്തിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 6ലും നമ്മുടെ കൂടെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായി കിട്ടിയ എന്ന് തന്നെ പറയാം നമ്മുടെ മലയാളത്തിൻ്റെ താരം എന്ന് പറയുന്ന നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ നമ്മുടെ മനസ്സിൽ എന്നും ചേർത്ത് വയ്ക്കുന്ന പ്രിയ ഗായകൻ കൊല്ലം ഷാഫിയും അതുപോലെ സലീം കോടത്തൂരും നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷമാണ്. പ്രത്യേകിച്ച് തൻസീർ അത്രയും ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഈ ആൽബം എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയം ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും. അപ്പൊ തീർച്ചയായും പെരുന്നാൾ ഇതൊരു മഹാസംഭവമാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ആയിത്തീരട്ടെ, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. വീണ്ടും കാത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക ആ അവസ്ഥയിലേക്ക് ഇതിനെ സംസാര വിഷയമാക്കി മാറ്റട്ടെ ഓഡിയൻസ്. എന്നാൽ അതിൻ്റെ അടുത്ത ബോഡി എന്ന് വരുന്നുള്ള കാത്തിരിക്കുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ സൈഡിലും ലൈറ്റിങ്ങിലും അതുപോലെ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന
വലിയ ഹാർഡ് വർക്ക് തന്നെ. കാരണം എല്ലാവരും ഒരുപാട് 180 പരം താരങ്ങൾ, ചെറുതും വലുതുമായ താരങ്ങൾ എല്ലാവരും ഒരേപോലെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഈ ലൊക്കേഷൻ. ഇവിടെ ഇപ്പോൾ മനോഹരമായ നോമ്പ് തുറ നമുക്ക് വേണ്ടി ഒരുക്കി. അതിനുശേഷം വളരെ മനോഹരമായ ഒരു ബിരിയാണി സൽക്കാരം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് ഒരുപാട് നല്ല പരിഗണന, അതായത് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അനുഭവം എന്നുള്ള വലിയ സത്യമാണ്. ഞാൻ താൽബോയ്സിൻ്റെ ഒരു വർക്കിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഷാഫിഖാനെ വെച്ചിട്ട് നമ്മളൊരു 3-4 കൊല്ലം മുന്നേ താജുക്കൊരു വർക്കിന് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ഞാൻ പറയുന്നത്. എന്നിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്രയും എന്തെങ്കിലും ചർച്ചയാവുന്ന ഒരു വർക്ക് കാണണം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു വർക്കിൻ്റെ ഒരു സംഭവം ത്രെഡ് കിട്ടി വന്നിട്ട് ഷാഫിഖിന് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാർ മാജിക്കിലും അതുപോലെ മൂവിയിൽ വന്നതിന് ശേഷം ആൽബങ്ങൾ കുറവാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാരണം ഒരു ആൽബം വേണ്ടിയിൽ ഒരുപാട് വ്യത്യസ്തമായ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ്. രചന കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും അതോടൊപ്പം ഷാഫി കൊല്ലം സ്വന്തമായിട്ട് ചെയ്ത വർക്ക്. അപ്പോൾ ശരിക്കും ഞാൻ കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന ഒരു ഇത്രയും കാലത്തെ വർക്കിൻ്റെ അഭിമാനകരമായ ഞങ്ങൾക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. ആൽബം മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് നൽകിയ ഷാഫി കൊല്ലം പറയുന്ന കാര്യങ്ങൾ വന്ന് ചേരുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും താൽബോയ്സിൻ്റെ പേര് ഈ വല്യക്ക എന്ന നിലയിൽ എല്ലാവരുടെ അഭിനന്ദനങ്ങളും സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ താൽബോയ്സിൻ്റെ കൂടെ നമ്മളുടെ വർക്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ പറ്റിയതും അതുപോലെ ഷാഫിക്ക, സലീംക്ക, താജുക്ക, അത്തുക്ക, നിസാമിക്ക, ഒരുപാട് ആൾക്കാർ വേറെ ആർട്ടിസ്റ്റ്മാരുണ്ട്. അത് ബാക്കിയുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ സീനാകുന്നതിൻ്റെ ഇടയിൽ ഞാനങ്ങോട്ട് മാറിക്കുന്നു. മണിക്കൂറുകൾ നമ്മളില്ലാത്ത സീക്വൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിനിമയിലൊക്കെ വന്ന് ചോദിക്കുന്ന പോലെ, സിനിമയിലാണ് ഞാൻ 1-2 സിനിമയൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ആ അനുഭവമുള്ളൂ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ഉള്ള അനുഭവം പോലെ തെൻസീർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അഭിനയിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പാവം വന്നിട്ട് കാപ്പിക ഓരടിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ. തെൻസീറിന് ചുറ്റും നിൽക്കുന്ന കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം വേണം, അതുപോലെ ആ ഒരു സാഹോദര്യ പരിഗണന, ഹോസ്പിറ്റാലിറ്റി ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു. അതൊരു വല്ലാത്തൊരു ഗുണം തന്നെയാണ്. അതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പറയാൻ വന്നാൽ അതല്ലായിരുന്നു. ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു അപാരമായ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇടങ്ങേറ് പിടിച്ച പണിയാണ്. എല്ലാവരും ഒരേ ടൈമിൽ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു സീക്വൻസാണ്. കരയണം, അതേസമയം ദേഷ്യം പ്രകടിപ്പിക്കണം, ഫൈറ്റുണ്ട്. അതിനിടയിൽ ആരെയും മാസ്കാവാതെ നമുക്ക് ഈ സിനിമാക്കാരുടെ വലിയ യൂണിറ്റും സാമഗ്രികളും സന്നാഹങ്ങളൊന്നും ഇല്ലല്ലോ. ഈ 1-2 ക്യാമറകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലൈറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് ആരും പരസ്പരം മാസ്ക് ചെയ്യാതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, എന്നാൽ ഭാവങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് താജുക്കൊക്കെ എടുത്ത എഫേർട്ട് വളരെ വലുതാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഞാൻ ആ ഒരു സീന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ബേജാറും സന്തോഷവും എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സ്ഥലമാണ്. ആ സീക്വൻസ് എന്തായാലും ഈ ആൽബത്തിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് തോന്നാറുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം മത്സരിച്ച് അഭിനയിച്ച പോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അതിനിടയിൽ ഇവർക്ക് വല്ല പരിക്കും പറ്റിയൊരു ഞാൻ ഭയങ്കര റിയാലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് താജുക്ക. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ സീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ റൊമാൻസ് ഒക്കെ പിന്നെ മൂപ്പർ സ്വന്തമായിട്ട് നായികന്റെ കൂടെ അഭിനയിച്ച് കാണിക്കാമല്ലോ. മറ്റേത് അടിവാങ്ങണേ നമ്മൾ മാറണം. ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി ആയിരുന്നു താജുക്കന്റെ ആക്ടിങ്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും ഒട്ടും കുറച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള കോമഡിയൊക്കെ വേറെ താജുക്കാർ അതല്ല പറയുന്നത്. താജുക്കാരെ വെയിൽ വീണ് കരയുമ്പോ അതിന്റെ ഇവരൊക്കെ ഭാരം താങ്ങേണ്ട ഒരു സ്ഥിതി വരുന്ന പല്ല് കടിച്ചു കൊടുത്തിട്ട് പതുക്കെ പറയണ നോക്കണ. ഇത് കേട്ടിട്ട് സഹിച്ച് ചിരിക്കാണ്ട് നിൽക്കുന്ന ഇവരെ സംഭവിക്കണം. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ളത് പാടുന്ന പോലെ എളുപ്പമല്ല, അഭിനയം എന്നുള്ളത് ഉച്ചൊക്കെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ചുരുക്കി പറഞ്ഞു സന്തോഷം. എല്ലാവിധ വിജയാശംസകളും. ഈ കുഞ്ഞു പെങ്ങളുടെ സീസൺ 7 കല്യാണത്തിന്റെ സീസൺ 7
അടിച്ചു പൊളിക്കാൻ ഇതിൻ്റെ ഗാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നൽകുന്ന സലീംക്കയാണ്. അതുകൊണ്ടാണ് സർപ്രൈസ് ഗസ്റ്റ് ആണ്. അതെ അതെ. അതായിട്ട് എന്തായാലും 7 വർഷക്കാലമായിട്ട് എല്ലാ പെരുന്നാളിലും എത്തുന്ന കുഞ്ഞു പെങ്ങളുടെ കല്യാണത്തിൽ ആദ്യമായിട്ടാണ് അതിന് പ്രത്യേക താങ്ക്സ് പറയുന്നു. അതിലൊരു ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും കഴിഞ്ഞ വലിയ രീതിയിൽ 6 വർഷത്തോളം ഇവര് മാത്രം പുസ്തകമാക്കി വെച്ചിരുന്നതാണ്. അതിലേക്ക് ചെറിയൊരു ഭാഗമായിട്ട് അതിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്തായാലും ഈ 6 വർഷം നൽകിയ വിജയത്തിനേക്കാൾ വലിയ വിജയം ഇപ്രാവശ്യം ഞാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വേഷമാണ്, സാധാ ഒരു വേഷമല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലും കൂടിയിട്ടാണ് ഞാൻ. എന്തായാലും അത് കണ്ട് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സീരിയസ് ഒന്നല്ലേ, അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് തന്നെ ഈ വേഷം ചെയ്തിരിക്കുന്നത്. വീഡിയോ എന്തായാലും ഇഷ്ടവും. അതിൽ ഞങ്ങളെ കഥാപാത്രങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ വേറെ പറയാം. എല്ലാവിധ എന്താ പറയാനല്ലേ സ്വന്തം ആളാണ്. നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ മനസ്സിലാവും. കുഞ്ഞുങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഇറങ്ങിയതൊന്നുമല്ല ഇത്. ഇപ്പോൾ എത്ര 6 ഇറങ്ങിയില്ലേ? 6 ഇറങ്ങി, 7ാമത്തെ. ആ, അപ്പോൾ ഈ 6 കാണാത്ത പലതും ഇതിലുണ്ട്. കുറേ സംഭവങ്ങൾ കുറേ എന്നോട് പറയരുത് കാരണം പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റും ഇതൊക്കെ വായിച്ചു, നല്ല അടിപൊളി സംഭവം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഷുവറാണ്. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും വേറെ ലെവലാണ്. സാധാരണ നമ്മൾ ക്ലൈമാക്സ് 2 ഇത് 3 ട്രിപ്പിളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്നോട് കുറെ പറയരുത് പറഞ്ഞു, കുറെ സംഭവങ്ങൾ ഇതിലുണ്ട്. കണ്ടതിന് ശേഷമല്ലേ ഞാൻ അവരോടെ അത് പറയട്ടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പറയണ്ട അത് ഒരു കാണുമ്പോൾ ഒരു മനസ്സിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക. കഴിഞ്ഞ 6 ഇതിന് തന്ന സപ്പോർട്ടും ഇതിനും തരിക. അപ്പോൾ ആലുമേഖല അത് കിടില സാധനമാണ് മക്കളെ. സന്തോഷം. കാരണം നമ്മൾ ഒരു 1 year 2 year ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സ്റ്റോറിയൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. പിന്നെ ഒരുപാട് സസ്പെൻസുള്ള ഒരുപാട് ഷോർട്സുകളും സീനൊക്കെയാണ്. പിന്നെ ഒരുപാട് പുതുമയുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരും അഭിനേതാക്കളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു നമ്മളെല്ലാ വർഷത്തിനെക്കാട്ടിയും ഒന്നുകൂടി ബെറ്ററായിട്ട് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തൻസീറിന്റെ സ്ക്രിപ്റ്റ്. തൻസീർ എല്ലാ കൊല്ലം എഴുതുന്ന പോലെ തന്നെ അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം വളരെ വ്യക്തമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ എന്തായാലും അടിപൊളിയായിരിക്കും. എന്തായാലും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പെരുന്നാൾ വരുന്നു. എല്ലാ കൊല്ലം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള വീഡിയോ, അതുപോലെ തന്നെ നമ്മളുടെ ടെക്നീഷ്യന്മാരാണെങ്കിൽ എടുത്തു പറയേണ്ടതില്ല, എല്ലാ വർഷത്തെ പോലെ നമ്മുടെ അണിയറയിൽ വളരെ മനോഹരമായിട്ടുള്ള ക്രൂവാണ്. നമ്മുടെ നിസാം സുപ്പി അല്ലെങ്കിൽ നവാസ്, പിന്നെ എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താജുക്ക, അത്തു, നിസാം, ടെൻസി, അവരിൽ പിന്നെ എന്താ പറയാ, അവരുടെ കൂടെ തന്നെ മറ്റു 2-3 കഥാപാത്രങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. സസ്പെൻസ്. അതെ, ഓക്കെ. എന്തായിക്കോട്ടെ, എന്തായാലും അവരുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ സസ്പെൻസ് ആണ്. കാരണം വീഡിയോ വരുമ്പോഴേ നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ നമ്മുടെ ക്രൂ ഒക്കെ വളരെ ഭംഗിയായിട്ട് ലാഗില്ലാതെ ഷൂട്ടും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു അവസരം ഒരുക്കി തന്നതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. കാരണം മാത്രമല്ല ഈ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്തും വായിച്ച സമയത്തും ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു വർക്ക് ഇറങ്ങുന്നത്. കാരണം ഒരുപാട് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രേതടക്കം ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അതെ, നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, സ്റ്റേജിലായാലും ഇവിടെ ആയാലും ഒരു കള്ളുകൂടിയാലും എപ്പോഴും എന്നെ കാണാൻ ആഗ്രഹിക്കാറ്. അപ്പം അങ്ങനെ ഒരു വേഷത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വർക്കിലും വരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഈ ഒരു വർക്കിൽ. അപ്പം നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല എൻ്റെ വേഷത്തിനെ കുറിച്ച് കമൻറ്റ് നല്ലോണം എഴുതുക. 4 പാട്ടും കൂടി പാടിയിട്ട് ഓക്കെ, അതിൽ 4 പേര് അനിൽ പാട്ട്. അതിന് മുന്നൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇവർ ഇതിനെ കുറിച്ച് കമൻറ്റ് ചെയ്താലേ അടുത്ത വർക്ക് 8ാമത്തെ എപ്പിസോഡിൽ എനിക്ക് ഇറങ്ങാം, എന്നെ അഭിനയിപ്പിക്കുള്ളൂ. അപ്പം എന്തായാലും എന്നെ നല്ല ബൂസ്റ്റ് ചെയ്തിട്ട് അനിൽ ചെയ്ത കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട്. കാരണം കുട്ടികൾക്കും അതുപോലെ ഫാമിലി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കഥാപാത്രമാണ് അനിൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ഒരു വിഷ്വല് ഓൾറെഡി നമ്മളെ ആ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അനിലിനെ വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രം നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. കാരണം ഒരു കള്ളൂടിൻ്റെ ഒരു വേഷം എന്ന് പറയുമ്പോൾ തന്നെ അപ്പാനക്ക് ഓടിയ അനിൽ. കാരണം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡെയിലി കാണുന്നതാണ്.
അപ്പോൾ ഇവൻ ചെയ്താൽ ചിലപ്പോൾ ഇത് സക്സസ് ആവുന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് അനിലിനെ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചാൽ അനിലെ ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടോ, നോമ്പാണ്. കാരണം ഇവന് ക്ഷേത്ര പ്രോഗ്രാം അങ്ങനെ എല്ലായിട്ട് ഇപ്പോൾ നോമ്പായാലും നല്ല സീസണാണ്. അപ്പോൾ പറഞ്ഞത് എനിക്ക് ഇതാണ് ഡേറ്റ്, അപ്പോൾ ഈ ഡേറ്റിന് കണക്കായിട്ട് എന്ത് ചെയ്യാനും മാറുമെന്ന് അങ്ങനെ പൊക്കി കൊണ്ടതാണ് ഇന്ന്. ഒരു 4 പേര് പാട്ട് പഠിക്കാം. ആടണം പാടണം എനിക്കിന്ന് ആടിക്കുടിക്കണം, കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം. പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ പുന്നല്ലിയും പൂങ്കരളേ, എന്നോമന പുന്നല്ലിയും പൂങ്കരളേ. ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നു വപ്പന്നഴകെ, വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ. മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വറയും കളിച്ചിരിയും കഥ പറയും മധു നിറയും, അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ. പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല്. തൊട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മിച്ചാര നിന്റെ ചക്കനിന്നിതാ. മിന്നി വാങ്ങിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി. പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ, കവിളി പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ. പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ, കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ. ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീർ. മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വറയും കളിച്ചിരിയും കഥ പറയും മധു നിറയും, അതിലും മൃദുല മധുര
ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാട് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കവിളിൽ പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗലനാള് മംഗലനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ മംഗലനാള് മംഗലനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗലനാള് 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 ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ
സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കവിളിൽ പുട്ട നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗളനാള് 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 ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ മംഗളനാള്
പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചെക്ക നിന്നിതാ മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കവിളിൽ പുട്ട നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിതാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗളനാള് കഴിഞ്ഞ 7 വർഷങ്ങളായി 6 ബോളിംഗുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് കുഞ്ഞു പറഞ്ഞ കല്യാണം. താൽബോയ്സിന്റെ ബാനറിൽ തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ഒരു സീരീസ് പോലെ വർഷം തോറും പെരുന്നാളിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആങ്ങളമാരാണ് ഈ കാരണവരുടെ സ്ഥാനത്ത് തുടങ്ങിയാൽ താജുക്ക, അതുപോലെ അബ്ദുച്ച, നിസാം, പിന്നെ മറ്റൊരു ബ്രദറായിട്ട് തൻസീർ, അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലത്തെ എല്ലാ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൻ്റെ ഓരോ വോളിയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷത്തെ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൽ നമ്മൾ സ്വന്തം സലീം കോടത്തൂർ പിന്നെ ഞാൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വേഷത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും 2020 സിനിമയിലൊക്കെ ഉള്ള സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തൻസീർ തന്നെയാണ്. ഈ കഥ സംവിധായകന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഷാനിഫയിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ചില സമയത്ത് ഷാനിഫ് ഇങ്ങനത്തെ ആകുന്ന ഞാൻ കാണുന്നത്. കാരണം ഇത് ഇടയ്ക്ക്, അതായത് സീൻ ബൈ സീൻ അങ്ങനെ ഓർഡറിലെല്ലാം എടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞതിനോട് ജോയിൻ്റ് ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന അടുത്ത ഓഡിയത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കുള്ള സീക്വൻസ് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിനിടയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നേരത്തെ നിൽപ്പിച്ച് വേറൊരു കോലത്തിൽ, അതൊരു സർപ്രൈസ് ആണ്, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, വേറൊരു രൂപത്തിലേക്ക് വേറൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പ്രിയാപ്പിളാന്നൊക്കെ പറഞ്ഞ് കൂട്ട് കയ്യൊക്കെ കിട്ടാൻ എങ്ങനെയെങ്കിലും നിർത്തിയിട്ടുണ്ട്. ഒരു മണവാട്ടിയപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ നായകന്മാരെ പോലെ തന്നെ ഇത്രയും പേർക്കുള്ള നായകന്മാരും എല്ലാം ചേർന്ന്, എന്നാൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ചുറ്റുപാടുകളൊക്കെ നടക്കുന്ന കഥകളോട് ഒരുപാട് സാമ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കഥകളെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിൻ്റെ 7ാം ദിനത്തിൽ. ബാക്കി ഇത്രയും 6 എപ്പിസോഡ്സിൽ അഭിനയിച്ച താജുക്ക ആധികാരികമായിട്ട് നിങ്ങളോട് പറയും.
അസ്സലാമു അലൈക്കും, നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിൽ എനിക്ക് ആൽബം മീഡിയയുടെ 18 വർഷത്തെ അനുഭവം വെച്ച് പറയുന്നത് എൻ്റെ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നേരെ നേരെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാഫി സഹോദരൻ ഇന്ന് മലയാള സിനിമയിൽ വലിയൊരു നായകൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമയാണ് ആൽബം. ഞങ്ങൾ വന്ന മാർഗം അതാണ്. ആൽബം മീഡിയയിൽ താൽ ബോയ്സിൻ്റെ കൂടെ ഞങ്ങളുടെ വലിയേട്ടനായിട്ട് എന്നെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നു. എൻ്റെ അനുജന്മാരായിട്ട് അത്തൂബായി, നിസാർബായി, ജൻസീർ ബായി, പിന്നെ കുഞ്ഞു പെങ്ങളായിട്ട് ഞങ്ങളുടെ വിസ്മയം. അവരുടെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറയാൻ വളരെ അധികം ബഹുമാനം തോന്നുന്നു. മാതൃകാപരമാണ്. കാരണം ചില ആൾക്കാർ, ചില താരങ്ങൾ എന്തെങ്കിലും ബ്രൈറ്റ്നസ് കിട്ടിയാൽ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പക്ഷേ ആൽബം മീഡിയയിൽ വിളിപ്പുറത്ത് തന്നെ തൻസീറിൻ്റെ കൂടി ഞങ്ങളുടെ മലയാള സിനിമയുടെ താരം കൂടെയായ എൻ്റെ പ്രേക്ഷകർ ഈ ഞങ്ങളുടെ വർക്കിൽ 7 കൊല്ലം എന്ന് പറഞ്ഞ് ചേർന്നില്ല. ഒരു കലാജീവിതത്തിൽ 7 വർഷം. പിന്നെ എനിക്ക് കലാഫീൽഡിൽ പണ്ടേ ഉള്ളൊരു ബ്രദറാണിത്. പക്ഷേ ഞാൻ ചേർത്ത് വെച്ച, അല്ല എന്നെ ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ എന്നും എവിടെയും പറയും, അഭിമാനമാണ് തൻസീർ എന്ന് പറയുന്ന താൽ ബോയ്സിൻ്റെ വർക്കിൽ അഭിനയിക്കുക, പാടുക എന്നൊക്കെ പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ആയുസ്സുള്ള കാലം എത്ര വലിയ ഉന്നതികൾ നിങ്ങൾ ആരും എത്തിയാണ് താൽ ബോയ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഗോളിൽ എത്ര കാലം നിലനിൽക്കും ഞങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളങ്ങനെ നിലനിർത്തിയിട്ടാണ്. സന്തോഷവും പെരുന്നാളും നമുക്ക് അത്യുച്ചമുണ്ടെന്നില്ല. കുഞ്ഞുങ്ങളുടെ കല്യാണം 7ാം വോളിയത്തിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 6ലും നമ്മളെ കൂടെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായി കിട്ടിയ എന്ന് തന്നെ പറയാം, നമ്മുടെ മലയാളത്തിൻ്റെ താരം എന്ന് പറയും, നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ നമ്മളെ മനസ്സിൽ എന്നും ചേർത്ത് വയ്ക്കുന്ന പ്രിയ ഗായകൻ കൊല്ലം ഷാഫിയും അതുപോലെ സെലീം കൊടുത്തവരും നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷമാണ്. പ്രത്യേകിച്ച് തൻസീർ അത്രയും ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഈ ആൽബം എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയം ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും. അപ്പൊ തീർച്ചയായും പെരുന്നാൾ ഇതൊരു മഹാസംഭവമാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ആയിത്തീരട്ടെ, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. വീണ്ടും കാത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക, ആ അവസ്ഥയിലേക്ക് ഇതിനെ സംസാര വിഷയമാക്കി മാറ്റട്ടെ ഓഡിയൻസ്. എന്നാണ് അതിൻ്റെ അടുത്ത ബോഡി എന്ന് വരുന്നുള്ള കാത്തിരിക്കുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ സൈഡിലും ലൈറ്റിങ്ങിലും അതുപോലെ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പരം താരങ്ങൾ, ചെറുതും വലുതുമായ താരങ്ങൾ എല്ലാവരും ഒരേപോലെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഈ ലൊക്കേഷൻ. ഇവിടെ ഇപ്പോൾ മനോഹരമായ നോമ്പുറ നമുക്ക് വേണ്ടി ഒരുക്കി. അതിനുശേഷം വളരെ മനോഹരമായ ഒരു ബിരിയാണി സൽക്കാരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോമ്പുറന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് ഒരുപാട് നല്ല പരിഗണന, അതായത് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അനുഭവം എന്നുള്ള വലിയ സത്യം. ഞാൻ താൽ ബോയ്സിൻ്റെ ഒരു വർക്കിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഷാഫിഖാനെ വെച്ചിട്ട് നമ്മളൊരു 3-4 കൊല്ലം മുന്നേ താജുക്കൊരു വർക്കിന് ചെയ്യണമെന്ന് പ്ലാൻ ഞാൻ പറയുന്നത്. എന്നിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്രയും എന്തെങ്കിലും ചർച്ചയാവുന്ന ഒരു വർക്ക് കാണണം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു വർക്കിൻ്റെ ഒരു സംഭവം ത്രെഡ് കിട്ടി വന്നിട്ട് ഷാഫിഖിന് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാർ മാജിക്കിലും അതുപോലെ മൂവിയിൽ വന്നതിന് ശേഷം ആൽബങ്ങൾ കുറവാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, കാരണം ഒരു ആൽബം മീഡിയയിൽ ഒരുപാട് വ്യത്യസ്തമായ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ്. രചന കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും അതോടൊപ്പം ഷാഫി കൊല്ലം സ്വന്തമായിട്ട് ചെയ്ത വർക്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന ഒരു ഇത്രയും കാലത്തെ വർക്കിൻ്റെ അഭിമാനകരമായ ഞങ്ങൾക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. ആൽബം മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് നൽകിയ ഷാഫി കൊല്ലം പറയുന്ന താരങ്ങൾ വന്ന് ചേരുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും താൽ ബോയ്സിൻ്റെ പേര് ഈ വലിയൊക്കെ എന്ന നിലയിൽ എല്ലാവരുടെ അഭിനന്ദനങ്ങളും സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ താൽ ബോയ്സിൻ്റെ കൂടെ നമ്മളുടെ വർക്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ പറ്റിയതും അതുപോലെ ഷാഫിക്ക, സലീംക്ക, താജുക്ക, അത്തുക്ക, നിസാമിക്ക, ഒരുപാട് ആൾക്കാർ വേറെ ആർട്ടിസ്റ്റുമാരുണ്ട്. അത് ബാക്കിയുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ സീനാകുന്നതിൻ്റെ ഇടയിൽ ഞാനങ്ങോട്ട് മാറിക്കുന്നു. മണിക്കൂറുകൾ നമ്മളില്ലാത്ത സീക്വൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിനിമയിലൊക്കെ വന്ന് ചോദിക്കുന്ന പോലെ, സിനിമയിലാണ് ഞാൻ 1-2 സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ആ അനുഭവമുള്ളൂ.
സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ഉള്ള അനുഭവം പോലെ തൻസീർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അഭിനയിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പാവം വന്നിട്ട് കാവ്യ ബോറടിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? തൻസീറിന് ചുറ്റും നിൽക്കുന്ന കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം വേണം, അതുപോലെ ആ ഒരു സാഹോദര്യ പരിഗണന, ഹോസ്പിറ്റാലിറ്റി ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു, അതൊരു വല്ലാത്തൊരു ഗുണം തന്നെയാണ്. അതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പറയാൻ വന്നാൽ അതല്ലായിരുന്നു, ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു അപാരമായ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച പണിയാണ്. എല്ലാവരും ഒരേ ടൈമിൽ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു സീക്വൻസാണ്. കരയണം, അതേസമയം ദേഷ്യം പ്രകടിപ്പിക്കണം, ഫൈറ്റുണ്ട്, അതിനിടയിൽ ആരെയും മാസ്കാവാതെ നമുക്ക് ഈ സിനിമാക്കാരുടെ വലിയ യൂണിറ്റും സാമഗ്രികളും സന്നാഹങ്ങളൊന്നും ഇല്ലല്ലോ. ഈ 1-2 ക്യാമറകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലൈറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് ആരും പരസ്പരം മാസ്ക് ചെയ്യാതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, എന്നാൽ ഭാവങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് താജുക്കൊക്കെ എടുത്ത എഫേർട്ട് വളരെ വലുതാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഞാൻ ആ ഒരു സീന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ബേജാറും സന്തോഷവും എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സ്ഥലമാണ്. ആ സീക്വൻസ് എന്തായാലും ഈ ആൽബത്തിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് തോന്നാറുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം മത്സരിച്ച് അഭിനയിച്ച പോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അതിനിടയിൽ ഇവർക്ക് വല്ല പരിക്കും പറ്റിയൊരു ഞാൻ ഭയങ്കര റിയാലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജിത. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ സീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൂപ്പര് റൊമാൻസ് ഒക്കെ പിന്നെ മൂപ്പര് സ്വന്തമായിട്ട് നായികന്റെ കൂടെ അഭിനയിച്ച് കാണിക്കാമല്ലോ. മറ്റേത് അടിവാങ്ങണേ നമ്മൾ വാങ്ങണം. ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി ആയിരുന്നു രാജിതന്റെ ആക്ടിങ്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും ഒട്ടും കുറച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള കോമഡി ഒക്കെ വേറെ താജുകാരൻ അതല്ല പറയുന്നത്. താജുകാരൻ മേല് വീണ് കരയുമ്പോ അതിന്റെ ഇവരൊക്കെ ഭാരം താങ്ങേണ്ട ഒരു സ്ഥിതി വരുന്ന പല്ല് കടിച്ചു കൊടുത്തിട്ട് പതുക്കെ പറയണ നോക്കണ. ഇത് കേട്ടിട്ട് സഹിച്ച് ചിരിക്കാണ്ട് നിൽക്കുന്ന ഇവരെ സംഭവിക്കണം. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ളത് പാടുന്ന പോലെ എളുപ്പമല്ല, അഭിനയം എന്നുള്ളത് ഉച്ചൊക്കെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരിക്കൽ പറഞ്ഞു സന്തോഷം. എല്ലാവിധ വിജയാശംസകളും. ഈ കുഞ്ഞു പെങ്ങളുടെ സീസൺ 7, കല്യാണത്തിന്റെ സീസൺ 7 അടിച്ചു പൊളിക്കാൻ ഇതിന്റെ ഗാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നൽകുന്ന സലീംക്കയാണ്. അതുകൊണ്ടാണ് സർപ്രൈസ് ഗസ്റ്റ് ആണ്. അതെ അതെ. എന്തായാലും 7 വർഷക്കാലമായിട്ട് എല്ലാ പെരുന്നാളിലും എത്തുന്ന കുഞ്ഞു പെങ്ങളുടെ കല്യാണത്തിൽ ആദ്യമായിട്ടാണ് അതിന് പ്രത്യേക താങ്ക്സ് പറയുന്നു. അതിലൊരു ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും കഴിഞ്ഞ വലിയ രീതിയിൽ 6 വർഷത്തോളം ഇവര് മാത്രം പുസ്തകമാക്കി വെച്ചിരുന്നതാണ്. അതിലേക്ക് ചെറിയൊരു ഭാഗമായിട്ട് അതിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്തായാലും ഈ 6 വർഷം നൽകിയ വിജയത്തിനേക്കാൾ വലിയ വിജയം ഇപ്രാവശ്യം ഞാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനൊരു വേഷമാണ്, സാധാ ഒരു വേഷമല്ല. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷയിലും കൂടിയിട്ടാണ് ഞാൻ. എന്തായാലും അത് കണ്ട് സീരിയസ് ഒന്നല്ലേ, അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് തന്നെ ഈ വേഷം ചെയ്തിരിക്കുന്നത്. വീഡിയോ എന്തായാലും ഇഷ്ടവും. അതിൽ ഞങ്ങളെ കഥാപാത്രങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ വേറെ പറയാം. എല്ലാവിധ എന്താ പറയാനല്ലേ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോ മനസ്സിലാവും. കുഞ്ഞുങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പം ഈ ഇറങ്ങിയതൊന്നുമല്ല ഇത്. ഇപ്പോൾ എത്ര 6 ഇറങ്ങിയില്ലേ? 6 ഇറങ്ങി, 7ാമത്തെ. ആ, അപ്പോൾ ഈ 6 കാണാത്ത പലതും ഇതിലുണ്ട്. കുറേ സംഭവങ്ങൾ കുറേ എന്നോട് പറയരുത് കാരണം പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഇതൊക്കെ വായിച്ചു, നല്ല അടിപൊളി സംഭവം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഷുവറാണ്. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും വേറെ ലെവലാണ്. സാധാരണ നമ്മൾ ക്ലൈമാക്സ് 2 ഇത് 3 ട്രിപ്പിളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്നോട് കുറെ പറയരുത് പറഞ്ഞു, കുറെ സംഭവങ്ങൾ ഇതിലുണ്ട്. കണ്ടതിന് ശേഷമല്ലേ ഞാൻ അവരോടെ അത് പറയട്ടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പറയണ്ട അത് ഒരു കാണുമ്പോൾ ഒരു മനസ്സിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക. കഴിഞ്ഞ 6 ഇതിന് തന്ന സപ്പോർട്ടും ഇതിനും തരിക. അപ്പോൾ ആലുമേഖല അത് കിടില സാധനമാണ് മക്കളെ. സന്തോഷം. കാരണം നമ്മൾ ഒരു 1 year 2 year ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സ്റ്റോറിയൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. പിന്നെ ഒരുപാട് സസ്പെൻസുള്ള ഒരുപാട് ഷോർട്സുകളും സീനൊക്കെയാണ്.
ഒരുപാട് പുതുമയുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരും അഭിനേതാക്കളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു നമ്മളെല്ലാ വർഷത്തിനെക്കാട്ടിയും ഒന്നുകൂടി ബെറ്ററായിട്ട് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തൻസീറിന്റെ സ്ക്രിപ്റ്റ്. തൻസീർ എല്ലാ കൊല്ലം എഴുതുന്ന പോലെ തന്നെ അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം വളരെ വ്യക്തമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ എന്തായാലും അടിപൊളിയായിരിക്കും. എന്തായാലും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പെരുന്നാൾ വരുന്നു. എല്ലാ കൊല്ലം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള വീഡിയോ, അതുപോലെ തന്നെ നമ്മളുടെ ടെക്നീഷ്യന്മാരാണെങ്കിൽ എടുത്തു പറയേണ്ടതില്ല, എല്ലാ വർഷത്തെ പോലെ നമ്മുടെ അണിയറയിൽ വളരെ മനോഹരമായിട്ടുള്ള ക്രൂവാണ് നമ്മുടെ നിസാം സുപ്പി അല്ലെങ്കിൽ നവാസ്, പിന്നെ എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താജുക്ക, അത്തു, നിസാം, തെൻസി. അവരിൽ പിന്നെ എന്താ പറയാ, അവരുടെ കൂടെ തന്നെ മറ്റു 2-3 കഥാപാത്രങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. സസ്പെൻസ്. അതെ, ഓക്കെ. എന്തായിക്കോട്ടെ, എന്തായാലും അവരുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ സസ്പെൻസ് ആണ്. കാരണം വീഡിയോ വരുമ്പോഴേ നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ നമ്മുടെ ക്രൂ ഒക്കെ വളരെ ഭംഗിയായിട്ട് ലാഗില്ലാതെ ഷൂട്ടും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു അവസരം ഒരുക്കി തന്നതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. കാരണം മാത്രമല്ല, ഈ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്തും വായിച്ച സമയത്തും ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു വർക്ക് ഇറങ്ങുന്നത്. കാരണം ഒരുപാട് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രേതടക്കം ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അതെ, നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, സ്റ്റേജിലായാലും ഇവിടെ ആയാലും ഒരു കള്ളുകൂടിയാലും എപ്പോഴും എന്നെ കാണാൻ ആഗ്രഹിക്കാറ്. അപ്പം അങ്ങനെ ഒരു വേഷത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വർക്കിലും വരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഈ ഒരു വർക്കിൽ. അപ്പം നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, എൻ്റെ വേഷത്തിനെ കുറിച്ച് കമൻറ്റ് നല്ലോണം എഴുതുക. 4 പാട്ടും കൂടി പാടിയിട്ട് ഓക്കെ, അതിൽ 4 പേര് അനിൽ പാട്ട്. അതിനൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇവർ ഇതിനെ കുറിച്ച് കമൻറ്റ് ചെയ്താലേ അടുത്ത വർക്ക് 8ാമത്തെ എപ്പിസോഡിൽ എനിക്ക് ഇറങ്ങാം, എന്നെ അഭിനയിപ്പിക്കുള്ളൂ. അപ്പം എന്തായാലും എന്നെ നല്ല ബൂസ്റ്റ് ചെയ്തിട്ട് അനിൽ ചെയ്ത കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട്. കാരണം കുട്ടികൾക്കും അതുപോലെ ഫാമിലി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കഥാപാത്രമാണ് അനിൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ കാണുമ്പോൾ ഒരു വിഷ്വല് ഓൾറെഡി നമ്മളെ ആ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അനിലിനെ വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രം നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. കാരണം ഒരു കള്ളൂടിൻ്റെ ഒരു വേഷം എന്ന് പറയുമ്പോൾ തന്നെ അപ്പാനക്ക് ഓടിയാ അനിൽ. കാരണം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ഇവൻ ചെയ്താൽ ചിലപ്പോൾ ഇത് സക്സസ് ആവുന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് അനിലിനെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ അനിലെ ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടോ, നോമ്പാണ്. കാരണം ഇവന് ക്ഷേത്ര പ്രോഗ്രാം അങ്ങനെ എല്ലാവരും ഇപ്പോൾ നോമ്പായാലും നല്ല സീസണാണ്. അപ്പോൾ പറഞ്ഞ എനിക്ക് ഇതാണ് ഡേറ്റ്, അപ്പോൾ ഈ ഡേറ്റിന് കണക്കായിട്ട് എന്ത് ചെയ്യാനും മാറുമെന്ന് അങ്ങനെ പൊക്കി കൊണ്ടതാണ് ഇന്ന്. ഒരു 4 പേര് പാട്ട് പഠിക്കാം. ആടണം പാടേണം എനിക്കിന്ന് ആടിക്കുടിക്കേണം, കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം. പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ പുന്നല്ലിയും പൂങ്കരളേ, എന്നോമന പുന്നല്ലിയും പൂങ്കരളേ. ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നു വപ്പന്നഴകെ, വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ. മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും, അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ.
പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കവിളി പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത്
ചുങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കനവ് കണ്ട പെൺമണിക്ക് മാറി നിന്നിതാ കവിളിൽ പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ കാത്തിരുന്ന തോഴലിന്ന് അത്തർ പൂശി ഒത്തുചേർന്ന് പന്തലിൽ പുഞ്ചിരി വീശി ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗളനാള് 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 ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് വെള്ളി നിലാവ് പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പലവർണ്ണ പന്തലിൽ വിരിഞ്ഞ പുഞ്ചിരി 14 രാവ് തോറ്റു പോകും മഞ്ചരി പുലരുന്ന നാള് പുലകമല്ലേ പുന്നാരി മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് വിണ്ണിലെ താരം മണ്ണിലിറങ്ങുന്ന മിന്നിടും മങ്ങലെ നാളിതാ ലിങ്കിടും പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കനവ് കണ്ട പെൺമണിക്ക് മാറി നിന്നിതാ കവിളിൽ പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ കാത്തിരുന്ന തോഴലിന്ന്
ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗളനാള് 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 ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിടാ ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് വെള്ളിനിലാവ് പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി പലവർണ്ണ പന്തലിൽ വിരിഞ്ഞ പുഞ്ചിരി 14 രാവ് തോറ്റു പോകും മഞ്ചരി പുലരുന്ന നാള് പുലകമല്ലേ പുന്നാരി മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് വിണ്ണിലെ താരം മണ്ണിലിറങ്ങുന്ന മിന്നിടും മങ്ങലെ നാളിതാ ലിങ്കിടും പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കനവ് കണ്ട പെൺമണിക്ക് മാറി നിന്നിതാ കവിളിൽ പുട്ട നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര കാത്തിരുന്ന തോഴനിന്ന് അത്തറ പൂശി ഒത്തുചേർന്ന് പന്തലിൽ പുഞ്ചിരി വീശി ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ
കഥ പറയും